ഈ ഡ്രൈ സ്കിന്ന്, എറ്റോപിക് ഡെർമറ്റൈറ്റിസ്, സ്കിൻ അലർജി, അലർജിക് റൈനൈറ്റിസ്, ആസ്മ, ഈ പറയുന്ന കാര്യങ്ങൾ അലർജിക് ഡിസീസസ് ഒക്കെ ആയിട്ട് ഡ്രൈ സ്കിന്നിന് നല്ല ബന്ധമുണ്ട്. ചുറ്റുപാടും ധാരാളം അലർജൻസ് ഉണ്ട്. അതും നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സെൽസുമായിട്ട് ആദ്യമേ കോണ്ടാക്റ്റ് ഭാവിയിൽ അത് അലർജി പ്രശ്നങ്ങളായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന സ്കിന്നിനകത്തുള്ള പല ഫാക്ടേഴ്സാണ്. ഇപ്പം ഡ്രൈ സ്കിന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് സ്കിന്നിൻ്റെ ഈ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സിന് ചെറിയ രീതിയിലുള്ള ബ്രേക്കുകൾ ഉണ്ടാവാം. അത് കാരണം ഈ അലർജൻസും നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സെൽസും ആദ്യമേ കോണ്ടാക്ട് ഡ്രൈ സ്കിൻ ആണെന്നുള്ള ചിലപ്പോൾ ആദ്യമേ മനസ്സിലാക്കില്ല. വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞ് കുറേ നാൾ മെഡിസിനൊക്കെ കൊടുത്ത് കുഞ്ഞിന് കാര്യമായ വ്യത്യാസമൊന്നും കാണാതാവുമ്പോഴാണ് പിന്നെ ഡ്രൈ സ്കിന്നായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുടെ ഒരു നോർമൽ സ്കിൻ ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിരിക്കും, വളരെ സ്മൂത്ത് ആയിരിക്കും. നമ്മൾ തൊടും ചില കുട്ടികൾക്ക് ജനിച്ചപ്പോൾ തന്നെ സ്കിൻ നേച്ചർ അങ്ങനെയായിരിക്കും, കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ഫീലായിരിക്കും. ചിലർക്കാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല കോസ്മെറ്റിക് ഐറ്റംസ്, സോപ്പൊക്കെ കാരണം കുഞ്ഞുങ്ങൾക്ക് സ്കിന്ന് ഡ്രൈ ആകാം.